എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും അതിൻ്റെ നിലവിലെ സ്ഥിതിയും സംബന്ധിച്ചുള്ള ഒരവലോകനമാണ്. നമ്മളിൽ പലരും കരുതുന്നത് ഇവിടെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ഈ അടുത്ത കാലത്തായി ശക്തി പ്രാപിച്ച ഒരു സംഘടനാ സംവിധാനമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് 1987 ഹിന്ദുമുന്നണി എന്ന ലേബലിൽ മത്സരരംഗത്തിറങ്ങിയ പരിവാർ പ്രസ്ഥാനത്തിന് അന്ന് കിട്ടിയ വോട്ട് 8.48% വോട്ടുകളാണ് അന്ന് കിട്ടിയത്. അന്നാകെ പോൾ ചെയ്ത വോട്ട് 1,28,64,620 വോട്ടുകളായിരുന്നു. ഹിന്ദുമുന്നണിക്ക് കിട്ടിയത് 8,25,607 വോട്ടുകൾ. 1987 സാഹചര്യമാണ് ഈ പറയുന്നത്. അത് 89 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചെത്തിയപ്പോൾ ആ വോട്ടിംഗ് ശതമാനം 6,72,557, അതായത് 4% കുറഞ്ഞു. 91 ആ വോട്ടിംഗ് ശതമാനം 7.24% മാറി. അതായത് 10,04,267 വോട്ട് ആ പ്രസ്ഥാനം നേടി. നമുക്കറിയാം 96 അത് നേടിയത് 7,81,090 വോട്ട്, 5.48%. 2001 7,89,762 വോട്ട്, 5.92%. 5.02%. 2004 അത് നേടിയത് 15,66,569 വോട്ട്, അതായത് 10.38% വോട്ടുകൾ അന്ന് BJP നേടി. 2009 പാർലമെന്റ് തിരഞ്ഞെടുപ്പായപ്പോൾ ആ വോട്ടിംഗ് ശതമാനം 6.31% ചുരുങ്ങി. അത് 2014 എത്തുമ്പോൾ 10.83%, അതായത് 18,56,750 വോട്ടുകൾ ആകെ പോൾ ചെയ്തതിൽ നിന്നും ആ പാർട്ടി സഖ്യം കരസ്ഥമാക്കി. 2019 എത്തുമ്പോൾ ആ പോളിംഗ് ശതമാനം 15.64 ആയി ഉയർന്നു. 31,71,792 വോട്ടുകളാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം കരസ്ഥമാക്കിയത്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പ്രധാനമായിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ബദലായി ചിന്തിക്കുന്ന ആളുകൾ ആ വോട്ടുകൾ BJP സഖ്യത്തിലേക്കാണ് കൂടുതലായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സംഘടനാ സംവിധാനം ദുർബലമായ കേരളത്തിലെ ആ പ്രസ്ഥാനത്തിന് ആ വോട്ടുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ബഹുജന അടിത്തറയോ സംഘടനാപരമായിട്ടുള്ള ബലമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥിരമായി പരാജയം മാത്രം രുചിക്കേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം അതിന് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികളില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഒപ്പം ബൂത്ത് തലത്തിൽ അല്ലെങ്കിൽ മണ്ഡലം തലത്തിൽ നല്ല സംഘാടകരായിട്ടുള്ള പ്രവർത്തകരില്ല. ബഹുജന സ്വാധീനമുള്ള പ്രവർത്തകരുടെയും സംഘടനാ സംവിധാനത്തിൻ്റെയും അപര്യാപ്തതയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം ഇത്രയും വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടും അതിനെ കേരളത്തിൽ ബഹുജന അടിത്തറ വിപുലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാന കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്നുള്ള ഒരു ഒറ്റ വാക്കിലെ ന്യായം നിരത്തി BJPയുടെ നേതാക്കൾ സ്വയം തടിയൂരുകയാണ് പതിവ്. പക്ഷേ ആ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്നുള്ളതാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓരോ തെരഞ്ഞെടുപ്പുകളിലും, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടുന്ന അതേ വോട്ടുകൾ, അതായത് BJPയുടെ ചിഹ്നം എന്ന് പറയുന്നത് ലോട്ടസ് ആണ്. ആ ലോട്ടസ് എന്ന് പറയുന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായ നിലവാരം പുലർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് പലപ്പോഴും വോട്ട് കച്ചവടം എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യ ധാരണ എന്ന പേരിലൊക്കെ വളരെയധികം ചർച്ചയായിട്ടുള്ളതും പ്രശസ്തമായിട്ടുള്ളതുമാണ്. OLV സഖ്യം അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാലത്ത് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് അത് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ബന്ധം എന്നുള്ള രീതിയിൽ വരെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള തെളിവുകളോ ഒന്നും നിരത്താൻ ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ പോലും മണ്ഡലങ്ങളിൽ കിട്ടിയ വോട്ടുകൾ, അതിന് മുൻകാലങ്ങളിൽ കിട്ടിയ വോട്ടുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിലയിരുത്തൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള അടിയൊഴുക്കുകളെ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പോലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ അതേപടി നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം ഇരു മുന്നണികളിലുമുണ്ട്, അതുപോലെ തന്നെ BJPയിലുമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മൾ അംഗീകരിച്ചാൽ തന്നെയും കേരളത്തിലെ BJP നേതൃത്വം നൽകുന്ന മുന്നണി, NDA എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നണിക്ക് കേരളത്തിൽ 2019 സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാൻ കഴിയാതെ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണെന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. കേരളത്തിൽ നിന്നും 2004 തെരഞ്ഞെടുപ്പിൽ BJPക്ക്, അവരുടെ BJP സഖ്യത്തിന് ഒരു പാർലമെൻറ്റ് മെമ്പർ ജയിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ പാർലമെൻറ്റ് സീറ്റിൽ അന്നത്തെ ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി IFDPയുടെ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ PC തോമസ് ജയിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ, അതിന് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന O രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അത്രയും വോട്ടുകൾ, ആ രണ്ട് മണ്ഡലത്തിലെയും വോട്ടുകൾ നമ്മൾ ഒരു വലിയ സംഖ്യയായി കൂട്ടിയാലും അതിനും അപ്പുറത്തേക്ക് BJP 1.5 ലക്ഷത്തിന് മേൽ വോട്ടുകൾ നേടിയ മണ്ഡലങ്ങൾ നിരവധിയാണ്. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ഉള്ളതിൽ ബഹുഭൂരിഭാഗം മണ്ഡലങ്ങളിലും 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് സമാഹരിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് പലവട്ടവും. നേരെ മറിച്ച് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സംഘപരിവാറിൻ്റെ ഇടപെടൽ നിമിത്തം അപ്രിയനായി പോയതുകൊണ്ട് CK പത്മനാഭന് ഉപതെരഞ്ഞെടുപ്പിൽ മുൻപ് നേടിയ പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ വളരെ നാമമാത്രമായ വോട്ടുകൾ വാങ്ങിച്ച് പരാജയപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വിഷയം 89 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6,72,000 വോട്ടുകൾ കിട്ടിയ സ്ഥാനത്ത് 10 വർഷങ്ങൾക്കിപ്പുറം നടന്ന 99 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12,41,000 വോട്ട് BJPക്ക് കിട്ടിയിരുന്നു. പക്ഷെ അത് 2001 7.89 ലക്ഷമായി കുറഞ്ഞു.
2004 തിരഞ്ഞെടുപ്പിൽ ലഭിച്ച 18.22 ലക്ഷം വോട്ട് 2006 ആയപ്പോൾ 7.5 ലക്ഷമായി ചുരുങ്ങി. അത് 87-ലും 91-ലും 96-ലും 2001-ലും ലഭിച്ച വോട്ടുകളേക്കാൾ കുറവായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾ ഏതാനും മാസങ്ങൾക്കകം ആ ചിന്ത മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഒരിക്കലും രാഷ്ട്രീയത്തിൽ നമുക്ക് അംഗീകരിക്കത്തക്കതല്ല. സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് വിശകലനം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവർത്തനത്തിലുണ്ടാകുന്ന കുറവുകൾ അല്ലെങ്കിൽ വോട്ടുകൾ അടിയൊഴുക്കുകളിലൂടെ മാറ്റപ്പെടുന്നൊരവസ്ഥ, ഇത് രണ്ടുമാണ് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BJP എന്ന രാഷ്ട്രീയ കക്ഷിക്ക് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ജയിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ വസ്തുത എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളീ പറഞ്ഞു വന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പ്രമുഖ പാർട്ടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിലേക്ക് കേരള കോൺഗ്രസും അതിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ആലപ്പുഴയിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്നു. വടകര MP ആയിരുന്ന K മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മാറി. പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. അങ്ങനെ എല്ലാ മണ്ഡലത്തിലും 20 മണ്ഡലങ്ങളിലും UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. BJPയുടെയും അതിൻ്റെ സഖ്യകക്ഷികളുടെയും പട്ടിക 12 മണ്ഡലങ്ങളിലായി ഒതുങ്ങി നിൽക്കുകയാണ്. ബാക്കിയുള്ള സീറ്റുകളിൽ ഉടനെ തന്നെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ എങ്കിലും പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇനി വരാനിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തൃശ്ശൂർ മണ്ഡലത്തിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ ഹെവി വെയ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവ്, ഒരു സുപ്രഭാതത്തിൽ BJPയിൽ ചേർന്നു എന്നതുകൊണ്ട് മാത്രം ഒരു വൻതോതിലുള്ള ഒഴുക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. പല സംസ്ഥാനങ്ങളിലും പല നേതാക്കളും പാർട്ടി വിട്ടു പോയിട്ടുണ്ടെങ്കിലും ഒരു വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിലും അതിനപ്പുറത്തേക്കൊന്നും ആരും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ ശ്രീമതി പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിത്വം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി സംഘടനാ രംഗത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖമായി ആ ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ K കരുണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ ഒരു നേരവകാശിയാണ് എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ പിന്തുടരുന്ന, അവരുടെ ആശയഗതികളെ പിന്തുടരുന്ന ഒരു വിഭാഗം വോട്ടർമാരിലെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കാം എന്നുള്ള യാഥാർത്ഥ്യം ചർച്ച ചെയ്യുന്നതിൽ നിന്നും വിട്ടുപോകുന്ന ആളുകൾ മനഃപൂർവ്വമായിട്ട് യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നാണ് യാഥാർത്ഥ്യം. കാരണം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഡറുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് ശേഷമുള്ള സകല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള മുരളി മന്ദിരവും ഒപ്പം ലീഡറുടെ നിഴൽ പോലെ നിന്നിരുന്ന പത്മജ വേണുഗോപാലും അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ആരെങ്കിലും മറന്നുപോവുകയാണെങ്കിൽ അവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വാക്ക് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത്. സംഘടനാ ചുമതലയിൽ പല ഭാഗത്തും അവർ ഉണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് അടക്കം പല ചുമതലകൾ വഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ ശ്രീമതി പത്മജ വേണുഗോപാലിനെ പരിചയപ്പെടുത്താൻ കേരള രാഷ്ട്രീയത്തിൽ
ആരുടെയും വിസിറ്റിംഗ് കാർഡ് ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം ആണ് എന്നുള്ളത് ഈ അവരെ എതിർക്കുന്ന ആളുകൾ ബോധപൂർവം മറക്കുന്നതാണെങ്കിൽ സാരമില്ല, അല്ലാത്ത പക്ഷത്തിലാണെങ്കിൽ അത് തികഞ്ഞ നന്ദികേടാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ചും മറ്റും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം ദേശീയ തലത്തിൽ നിന്നുള്ള നേതാക്കൾ പ്രചരണത്തിന് വന്നതിന് ശേഷം പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ എങ്കിലും തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സംഘടനകളിൽ ഉണ്ടാകുന്ന മാറ്റം, നേതൃപരമായിട്ടുള്ള മാറ്റം തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വവും പത്മജ വേണുഗോപാലിൻ്റെ കളംമാറ്റവും എല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. ലീഡറുടെ 2 മക്കൾ 2 ചേരികളിലായി പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അതെന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടക്കുന്ന പ്രചരണങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാര്യം പറയാം, ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവർക്ക് കൃത്യമായുള്ള വോട്ടുകൾ അവരുടെ സംഘടനാ ശേഷി പൂർണ്ണമായി വിനിയോഗിച്ച് പ്രവർത്തിച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. ഇത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനകത്ത് കോൺഗ്രസിൽ നിന്നും ജയിച്ച പല നേതാക്കളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് RSSൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര വോട്ട് കിട്ടി, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ഇടത് വലത് നേതാക്കൾ പലപ്പോഴായി കേരള രാഷ്ട്രീയത്തിൽ ഛർദ്ദിച്ചു വെച്ച വാചകങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അത് മരിച്ചുപോയ MP രാഘവനായാലും ജീവിച്ചിരിക്കുന്ന പല വ്യക്തിത്വങ്ങളായാലും പരിവാർ പ്രസ്ഥാനങ്ങളുടെ തലോടലുകൾ ഏറ്റുവാങ്ങി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ പച്ച പിടിച്ചിട്ടുള്ളതും നിലനിൽക്കുന്നുള്ളതും എന്നുള്ള യാഥാർത്ഥ്യം അത് പകൽ വെളിച്ചത്തിൽ വ്യക്തമാണ്. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ VK കുഞ്ഞാലിക്കുട്ടി പോലും വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരഗതിയിൽ ആരൊക്കെ വിജയികളാവും ആരൊക്കെ പരാജിതരാകും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഇരു മുന്നണികൾക്കും സംഘപരിവാറിൻ്റെ വോട്ട് വളരെയധികം പ്രസക്തമാണ് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. മറ്റുള്ളതെല്ലാം വെറും മിഥ്യകളും മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മാത്രമാണ്. പലപ്പോഴായിട്ട് 2 മുന്നണികളും സംഘപരിവാറിൻ്റെ വോട്ടുകൾ നേടിയിട്ടുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ 87 മുതലുള്ള പരിവാറിൻ്റെ വോട്ടിംഗ് പാറ്റേണും അന്നു മുതലുള്ള പോൾ ചെയ്ത വോട്ടിൻ്റെ പാറ്റേണും നമ്മൾ വ്യക്തമായി ഇവിടെ പറഞ്ഞത്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ കുറഞ്ഞുപോയ വോട്ടുകളൊന്നും പരിവാറിൽ നിന്നും അകന്നുപോയതല്ല, അവരായിട്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്തതാവാനേ വഴിയുള്ളൂ. കാരണം നേതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും പരിവാറിൻ്റെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞ് നമ്മളെല്ലാം കേട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാജിക്ക് കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ കൺമുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്.